യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ചിരിക്കുമ്പോൾ ചൂട് മാറും എന്ന് വിചാരിച്ച് പറയാം ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. ചിരിച്ചപ്പോ ചൂട് മാറിയോ? മാറി. ആ, വെരി ഗുഡ്. ഹല്ലേലൂയ. ആത്മാർത്ഥമായിട്ട് ചിരിച്ച ചൂട് മാറും. ഒന്ന് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെ ഉണ്ട് ഇപ്പോ? മാറിയില്ലേ? അതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രകാരം കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമല്ല, അതായത് പുറത്തിറങ്ങരുതെന്നൊക്കെ പറയുന്ന ഒരു സമയത്തും കർത്താവിനെ അന്വേഷിക്കാനും വേറെ എവിടെയും ആയിരിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വം കർത്താവിൻ്റെ ആലയത്തിൽ എനിക്ക് ഉണ്ട് എന്നും കർത്താവാണ് എൻ്റെ സമാധാനമെന്നും മനസ്സിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ആലയത്തിലേക്ക് ഓടി വരാൻ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണതയ്ക്ക് കർത്താവിന് നന്ദി പറയുകയാണ്. മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് ഈശോയുടെ സാന്നിധ്യമാണ്. മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് ഈശോയാണ്. മറ്റാരും എനിക്ക് സംരക്ഷണം നൽകുന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ഈശോ നൽകുന്ന സംരക്ഷണമാണ്. ഹല്ലേലൂയ. അല്ലേ, നമ്മള് പുറത്തിറങ്ങണ്ട, ചൂടാണ് വെയിലാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ആര് വരുന്നത്? പാമ്പ്. അപ്പോ നമ്മള് സുരക്ഷിതത്വം അന്വേഷിച്ച് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, കർത്താവിനെ അന്വേഷിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ എന്താണ് നന്മ? നന്മ ആ ജീവിതത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അതിന് സഹായിക്കുന്ന കാര്യം ചെയ്യുക എന്നതാണ് നന്മ. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം പരീക്ഷയുണ്ട്. അപ്പോഴാണ് പോപ്പ് വന്നിരിക്കുന്നു. ആരാണ്? പോപ്പ് വന്നിരിക്കുന്നു. പിറ്റേ ദിവസം പരീക്ഷ ഉണ്ട്. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് എന്താണ് നന്മ? പോപ്പിനെ പിറ്റേ ദിവസം പരീക്ഷ കട്ട് ചെയ്തിട്ട് പോപ്പിനെ കാണാൻ പോകുന്നതാണോ നന്മ? പരീക്ഷ എഴുതാൻ പോകുന്നതാണോ നന്മ? അല്ലേ? അതാണ് നന്മ. അപ്പോൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നന്മ. എന്താണ് തിന്മ? ഈ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് തിന്മ. എന്താണ് പാപം? ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു വെളിച്ചത്തോടുകൂടെ നമ്മൾ പുണ്യത്തെയും പാപത്തെയും വേർതിരിച്ച് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. കിട്ടുന്നുണ്ടോ? അതായത് ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് തടസ്സമായ ചില സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ, ആ ഒരു സൗഹൃദം അതിന് തടസ്സമാണെങ്കിൽ അത് പാപമാണ്. ഒരു സൗഹൃദം എനിക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയാണ്. അപ്പോൾ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള വെളിച്ചം, മാനദണ്ഡം ഏതാണ്? ദൈവീക ജീവനിൽ ലയിച്ചു ചേരുക എന്ന ലക്ഷ്യത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു വീഡിയോ, നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ വരികയാണ്, അല്ലേ? ഫോൺ യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ ഒരു വീഡിയോ വരികയാണ്. ആ വീഡിയോ കാണുന്നത് നന്മയാണോ തിന്മയാണോ, ഞാൻ കാണണമോ കാണണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഏത് വെളിച്ചത്തിലാണ്? ഇതെന്നെ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് കുറെ കൂടെ സഹായിക്കും
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്താണ്? നന്മയാണ്. ഇത് എനിക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിനുള്ള എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തും. അതെന്താണ്? തിന്മയാണ്. നമ്മൾ ഏത് ഓപ്റ്റ് ചെയ്യും? ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, ഇത് എനിക്ക് ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് സഹായിക്കുന്ന ഒരു ഫോൺ കോൾ ആണ്. അതെന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ഇത് സഹായിക്കാത്തതാണ്, അതെന്ത് ചെയ്യണം? അത് അറ്റൻഡ് ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു സംഭാഷണം, ഒരു സാധാരണ സംഭാഷണം, കൂട്ടം കൂടിയിരിക്കുകയാണ്, സാധാരണ സംഭാഷണം, അത് നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് എങ്ങനെ തീരുമാനിക്കും? ഈ സംഭാഷണം എന്നെ ദൈവീക ജീവനിൽ ലയിച്ചു ചേരുന്നതിന് സഹായിക്കുന്ന സംഭാഷണമാണെങ്കിൽ അതെന്താണ്? നന്മയാണ്. സഹായിക്കാത്തതാണ്, അല്ലെങ്കിൽ അത് എന്നെ പിറകിലോട്ട് വലിക്കുന്ന ഒരു സംഭാഷണമാണ്, ഒരു ചർച്ചയാണെങ്കിൽ അതെന്താണ്? തിന്മയാണ്. ഉച്ചത്തിൽ വിളിച്ച് ഈശോയേ. അപ്പോൾ നന്മയായിട്ടുള്ളത് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ പ്രഭാഷണത്തിൽ സെബാസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്മ എന്താണ്, പരിശുദ്ധാത്മാവിന്റെ ദാനമായ നന്മ എന്താണ് എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് വിശ്വാസം നന്മയാണ്. കാരണം എന്താണ്? വിശ്വാസമാണ് നമ്മെ ദൈവീക ജീവനിലേക്ക് ലയിച്ചു ചേരുന്നതിന് സഹായിക്കുന്നത്. വിശ്വാസം നന്മയാണ്. അതുപോലെ ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത് നന്മയാണ്. പ്രത്യാശ നന്മയാണ്. ദൈവത്തെ ആരാധിക്കുന്നത് നന്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞൊരു കാര്യം അച്ഛൻ ഓർക്കാണ്, അച്ഛൻ പറഞ്ഞൊരു കാര്യം ഓർക്കാണ്. അതായത് നോഹയോട് ദൈവം വലിയ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ നോഹ വിശ്വസിച്ചു. അയൽവക്കക്കാരോട് ചെന്ന് ചോദിച്ചില്ല, അത് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടല്ലോ, ഉണ്ടാക്കണമല്ലോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അച്ഛൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, ആദ്യം നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാമെന്ന്, ആദ്യം ഒരു ചെറുതുണ്ടാക്കി നോക്കാം, ശരിയാവുകയാണെങ്കിൽ വലുതുണ്ടാക്കാം. ഇല്ലേ? നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് തന്നെ വലുതുണ്ടാക്കണോ? ആദ്യം ഒരു ചെറുതുണ്ടാക്കി നോക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ, അല്ലെ? അങ്ങനെ ചിന്തിക്കല്ലേ? പക്ഷെ നോഹ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. അതാണ് പ്രിയപ്പെട്ട ഒരു നന്മ എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ട് ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുന്ന നന്മ. അപ്പോൾ എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് വിവേചിച്ചറിയേണ്ടത് നമ്മുടെ കണ്ണുകളിലൂടെയല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കണ്ണിലൂടെയാണ് ആ നന്മയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ അത്രയും ഒരു ആമുഖം പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയാണ് നന്മ. ഈശോ ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെങ്കിൽ നമ്മൾ ആരെ പോലെ ആകണം? കുറച്ചും കൂടി ചെറുതി പറഞ്ഞ, ആരെ പോലെ ആകണം? നമ്മുടെ സ്വഭാവം ആരുടെ സ്വഭാവം പോലെ ആകണം? നമ്മുടെ പദ്ധതികൾ ആരുടെ പദ്ധതികളാകണം? നമ്മുടെ ആഗ്രഹങ്ങൾ ആരുടെ ആഗ്രഹങ്ങളാകണം? അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹമാണ് നമ്മൾ ആത്മപരിത്യാഗം ചെയ്യണമെന്ന ആഗ്രഹം. ആത്മപരിത്യാഗത്തിന്റെ ഒരു 13 തലങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ 12ാമത്തെ തലത്തിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ 5ാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് ആത്മപരിത്യാഗം ചെയ്യണം എന്നതിൻ്റെ 12ാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ ലൈംഗികത നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അച്ഛനോട് പറഞ്ഞു, വെച്ചാൽ ഞാനൊരു എറണാകുളത്താണ്, ഒരു മസാജ് സെന്ററിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പാപത്തിലേക്ക് വീണുപോയി. അതുമാത്രമല്ല, ഇപ്പോൾ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും അവിടെ നിന്ന് മസാജ് സെന്ററുകാർ എന്നെ വിടുന്നില്ല. ഹല്ലേലൂയ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ, എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഉള്ള കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല.
അപ്പോൾ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, തനിക്ക് എന്നെ സംതൃപ്തനാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചില ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, താൻ എതിര് പറയരുത്. അവളോട് ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഭർത്താവിൻ്റെ മാതാപിതാക്കളും അവളുടെ മാതാപിതാക്കളും ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് ഭർത്താവിൽ നിന്ന് വേണ്ടത്ര പോലെ പരിഗണനയൊന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇത് എതിർക്കാൻ വരരുത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമൊക്കെ മനുഷ്യൻ ചിന്തിക്കുകയും സംസാരിക്കുകയും ഇതുപോലെ തന്നെ പറയുന്ന പുരുഷന്മാർ, എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് വേണ്ടതുപോലെയുള്ള കെയർ കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുകയാണ്, ആരും എനിക്ക് എതിര് നിൽക്കരുത് എന്നൊക്കെ പറയുന്ന മനോഭാവങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. വചനം പറയുകയാണ്, ഓടിയകലുവിൻ, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ, വിഗ്രഹാരാധനയിൽ നിന്ന് അകലുവിൻ, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ, വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ ഒരു ലോഞ്ച് പാഡിൽ നിന്നാണ് നമ്മൾ പറഞ്ഞത്, ദാമ്പത്യ ജീവിതത്തിന്റെ ഗാഢമായ ബന്ധത്തിന് വേണ്ടിയാണ് ലൈംഗികത എന്ന ഒരു ചിന്ത, ബിബ്ലിക്കൽ തോട്ട് ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കാനായിട്ട് തുടങ്ങിയത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, പാപം ചെയ്യുമ്പോൾ ലൈംഗികത യുടെ ദുർവിനിയോഗം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആത്മീയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, സാമൂഹികപരമായ പ്രത്യാഘാതങ്ങൾ, അതായത് നമ്മളുടെ ബഹുമാനം നഷ്ടപ്പെടുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞ സഹോദരി ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്, ഭർത്താവിന് പകരമായിട്ട് തൻ്റെ ശരീരത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി അയാൾ ഇവളിൽ നിന്ന് ഇപ്പോൾ 45 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടം. അവൻ ചോദിക്കുന്നത് എന്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, സ്വർണം വിറ്റും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശാരീരികമായ പ്രത്യാഘാതങ്ങള്, സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ, സാമ്പത്തികമായ നഷ്ടങ്ങൾ, മാനസികവും വൈകാരികവുമായ പ്രത്യാഘാതങ്ങൾ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു, വിശുദ്ധിയിൽ ജീവിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന കൃപകൾ. ദാമ്പത്യ അവിശ്വസ്തത മൂലം തലമുറകളുടെ മേലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കൂടെ നമ്മൾ പറഞ്ഞതാണ്. വിശുദ്ധി മൂലം ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്, വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതിലൊന്നാമത്തത് എന്തായിരുന്നു? വെരി ഗുഡ്. ലോകത്തിന് മരിക്കുക എന്നതാണ് പ്രതിവിധി. ഹല്ലേലൂയ. അതായത് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് മരിച്ചവരെ പോലെ ജീവിക്കുക. നമ്മളൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ഭയങ്കരമായിട്ട് കള്ള് കുടിക്കാൻ ആഗ്രഹമുള്ള ഒരപ്പച്ചൻ, കള്ള് കിട്ടിയ കള്ളെന്ന് കേട്ട് കഴിഞ്ഞാൽ ചാടി എഴുന്നേക്കുന്ന അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് കൊണ്ടുപോയി കുപ്പി വെച്ചിട്ട് പോലും അനങ്ങുന്നില്ല. ഹല്ലേലൂയ. എന്താണത്? എന്താ അയാൾ അനങ്ങാത്തത്? മരിച്ചു. ലോകത്തിന് അപ്പോൾ ലോകത്തിന് മരിച്ചവരെ പോലെ അതുപോലെ ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ്റെ അപ്പച്ചൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. 2010 അപ്പച്ചൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി ഒരു തുള്ളി മദ്യപിക്കുകയില്ല എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു. മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആരെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ, കണ്ടു കഴിഞ്ഞാൽ കുടിക്കുന്ന 2 പ്രാവശ്യം പറഞ്ഞാൽ കുടിക്കുന്ന ആളാണ്. പക്ഷെ ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ഇത് തൊടില്ല എന്ന് പറഞ്ഞ്, വീഞ്ഞു പോലും തൊടില്ല എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തതിന് ശേഷം, പ്രിയപ്പെട്ടവരെ, ആര് നിർബന്ധിച്ചാലും ഇല്ലേ, എത്ര വലിയ, നമ്മൾ പറയില്ല, എത്ര മുന്തിയ സാധനമാണെങ്കിലും
അത് ലോകത്തിന് മരിച്ച ഒരാളെ പോലെ ആയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ജഡികമായ അഭിലാഷങ്ങളോട് ലോകത്തിന് മരിച്ചവരെ പോലെ ആവുക. അതാണ് നമ്മൾ പറഞ്ഞത്. ആവശ്യത്തിന് വചനഭാഗങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു, ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതരാവാതിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പറഞ്ഞത്, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇവയൊന്നും, ഈ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല. ഹല്ലേലൂയ. കാരണം കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? എഫേസ്യസ് 1:4 ഒരിക്കൽ കൂടി എടുത്തൊന്ന് വായിക്കാം. എഫേസ്യസ് 1:4. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പൊ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധമായ ശരീരം തന്നെ ഒരു ആരാധനയാണ് എന്ന് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. ഏതാണെന്നറിയാവോ? വിശുദ്ധമായ ശരീരം ഒരു ബലിവസ്തുവാണ് എന്ന് പറയുന്ന ഒരു വചനഭാഗം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ തിരുവചനമാണ്. വായിച്ചേ. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഇരുകരങ്ങൾ വെറുതെ വീശിക്കൊണ്ട് പറയാം. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. അപ്പോൾ യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് ശരീരത്തെ വിശുദ്ധമായ ശരീരമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നതാണ്. അത് തന്നെ ഒരു ആരാധനയാണ്. ഒരു പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രഗിള് ചെയ്യുന്നത് ഒരാരാധനയാണ്. ഒരു പാപത്തിൽ നിന്ന് അകന്നിരിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുന്നത് ഒരു ബലിയർപ്പണമാണെന്ന്. എന്തിനെയാണ് നമ്മൾ അവിടെ ബലിയർപ്പിച്ചത്? നമ്മളുടെ ജഡത്തിന്റെ ഒരു ആഗ്രഹത്തെ നമ്മൾ കട്ട് ചെയ്യാണ്, ബലിയർപ്പിക്കുകയാണ്. എന്തിനെ ഓർത്ത്? ഈശോയുടെ പരിശുദ്ധിയെ ഓർത്ത്, ഈശോയെ ഓർത്ത്, ദൈവകൽപ്പനയെ ഓർത്തിട്ട് പാപത്തിൽ വീഴാനുള്ള ഒരു ആഗ്രഹത്തെ, ഒരു സാഹചര്യത്തെ, ജഡത്തിന്റെ ഒരു ദുർമോഹത്തെ നമ്മൾ മുറിക്കുകയാണ്, കട്ടിയാണ്, വേണ്ടാന്ന് വെക്കാണ്. അത് ഒരു കട്ടിങ് ആണ്, ഒരു ബലിയർപ്പണമാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമുക്ക് പലരും പറയാറുണ്ടല്ലോ, എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. പാപം ചെയ്ത മനുഷ്യന്, പാപം ചെയ്ത് ശരീരത്തെ അശുദ്ധമാക്കിയ മനുഷ്യന് എന്ത് നഷ്ടപ്പെടും? പ്രാർത്ഥിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും, പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം നഷ്ടപ്പെടും. അതിനെയാണ് വചനം ഇങ്ങനെ പറയുന്നത്, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല എന്ന് പറയുന്നത്. അതായത് സ്തോത്രഗീതം അവന് പാടാൻ പറ്റുന്നില്ല, കാരണം അവന്റെ ശരീരം അശുദ്ധമാണ്, പാപമുള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പാപം നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുകയും ഈശോയിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അങ്ങനെ അകലുന്നത് കൊണ്ടാണ് പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് തോന്നാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അതുപോലെ തന്നെ
വെളിപാടിൻ്റെ പുസ്തകത്തിൽ, വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു വിചിന്തനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം അച്ഛൻ ഡാനിയൽ അച്ഛൻ പറയുന്ന ഒരു വിചിന്തനം അച്ഛൻ ഇങ്ങനെ കേട്ടു. നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും പിശാചിന് നമ്മുടെ മേൽ ഒരു ക്ലെയിം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓരോ പാപവും പിശാചിന് നമ്മുടെ മേൽ ഒരു ക്ലെയിം, അല്ലേ, ഒരു അവകാശം ഉണ്ടാക്കി കൊടുക്കാണ്. എന്നിട്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും, പക്ഷെ ഞാൻ പല പാപങ്ങൾ ചെയ്തിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ക്ലെയിമിന് ഒരു, അല്ലേ, LICക്കൊക്കെ പോളിസിയൊക്കെ ചേരുമ്പോ അത് മെച്യൂർ ആവാന്ന് പറയില്ലേ. നമ്മളൊരു പോളിസി എടുത്തിട്ട് അതിന്റെ ഫലം കിട്ടുന്നത് എപ്പോഴാണ്? അത് മെച്യൂർ ആവുമ്പോഴല്ലേ, അല്ലേ, അതിന്റെ ഫലം കിട്ടുന്നത്. അതുപോലെ നമ്മൾ പാപം ചെയ്ത് അത് കൂന കൂട്ടി അത് മെച്യൂർ ആവുമ്പോ അതിനുള്ളത് ഹല്ലേലൂയ. അതുവരെ കർത്താവിന്റെ കരുണയിൽ നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കർത്താവ് 30 മേനി വിളവ് തന്നവനെ പോലും പാസ് മാർക്ക് കൊടുത്തു. 29 ആയപ്പോഴാണ് അവന് പാസ് മാർക്ക് കിട്ടാതിരുന്നത്. നമുക്കിപ്പോ പാസ് മാർക്ക് കിട്ടിയിരിക്കുന്നത് ഈ 30-ലായിരിക്കേ. ഒരെണ്ണം കൂടിയും കുറഞ്ഞ തോറ്റു, അല്ലേ? കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് തോറ്റ വച്ചോ, 1 മാർക്കിനാണച്ചോ തോറ്റത്, അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മടങ്ങി വരാം. കർത്താവ് നമ്മളോട് പറയുകയാണ്, ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതരാവാതിരിക്കുക. ഹല്ലേലൂയ. മറ്റൊരു വചനഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത് 2 കൊരിന്ത്യർ 7:1 വായിക്കാം. 2 കൊരിന്ത്യർ 7:1. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട വചനം ഏറ്റു പറയാം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് നമുക്ക് പ്രചോദനം തരുന്ന ഒരു പുണ്യം ഏതാണ്? ദൈവഭയം എന്ന് പറയുന്ന പുണ്യമാണ്. മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവത്തിന്റെ ടോക്കുകൾ കേട്ടവരൊന്ന് കരമുയർത്താവോ? വെരി ഗുഡ്. കുറെ പേര് കേട്ടിട്ടുണ്ട്. നമ്മൾ 5 ദിവസവും ദൈവഭയത്തെ കുറിച്ചാണ് പഠിച്ചത്. ഭയമാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ. ദൈവഭയം ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ദൈവഭയം ഇല്ലെങ്കിൽ നമുക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. ദൈവഭയം ഇല്ലെങ്കിൽ പള്ളിയിൽ പോകേണ്ട കാര്യമില്ല. പള്ളി പോകേണ്ട കാര്യമില്ല എന്നല്ല, ദൈവഭയം ഇല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കില്ല. ദൈവഭയം ഇല്ലെങ്കിൽ പള്ളി പോകില്ല. ദൈവഭയം ഇല്ലെങ്കിൽ പള്ളി പോയാലും തോന്നിയ പോലെ നടക്കും. ദൈവഭയം ഇല്ലെങ്കിൽ നമ്മൾ കൽപ്പനകൾ അനുസരിക്കില്ല. നമ്മൾ 1-ാം പ്രമാണം മുതൽ 10-ാം പ്രമാണം വരെ അതൊന്നും മൈൻഡ് ചെയ്യുകയില്ല. എന്തില്ലെങ്കിൽ? ദൈവഭയം ഇല്ലെങ്കിൽ. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളിൽ സ്റ്റാർട്ടിങ് ഗിഫ്റ്റാണ്. അതായത് നമ്മൾ പറയുന്നത് വിസ്ഡം, നോളേജ്, ആ ഒരു ക്രമത്തിലാണെങ്കിലും ദൈവഭയം, ദൈവഭക്തി, ദൈവഭയം പറയുന്നത് ഒരു 6ാമത്തെ നമ്പറിലാണെങ്കിലും മഹാനായ വിശുദ്ധ ഗ്രിഗറി പറയുന്നത് ദൈവഭയത്തിൽ നിന്നാണ് എല്ലാം ബിൽഡപ്പ് ചെയ്യുന്നതെന്നാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 2ാമതായിട്ട് നമ്മൾ പറഞ്ഞത് ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതരാവാതിരിക്കുക. ലോകത്തിന് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. ലോകത്തിന്റെ ആവിലായിലെ വിശുദ്ധ അമ്മ തെരേസ്യ എന്തിനു വേണ്ടിയാണ് ഒളിച്ചോടിയത്? നിങ്ങൾ പറയണം. അമ്മ തെരേസ്യ ഒളിച്ചോടാനുണ്ടായിരുന്ന കാരണം, രക്തസാക്ഷിയാവാൻ ഒളിച്ചോടിയത് 8ാമത്തെ വയസ്സിലാണ്. 20ാമത്തെ വയസ്സിൽ നല്ല സുന്ദരിയായ അമ്മ തെരേസ്യ, യുവത്വം തുളമ്പി നിൽക്കുന്ന അമ്മ തെരേസ്യ, ഡാൻസ് കളിക്കാനായിട്ട് ക്ലബ്ബുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന അമ്മ തെരേസ്യ ഒളിച്ചോടി. എന്തിനു വേണ്ടിയാണ്?
പാപം ചെയ്ത്, മാരക പാപം ചെയ്ത് ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ. അല്ലേ അച്ഛൻ പറയാറില്ലേ, നമ്മുടെ കുട്ടികൾ ഒളിച്ചോടുന്നത് മാരക പാപം ചെയ്ത് ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അമ്മ ഒളിച്ചോടിയത് മാരക പാപത്തിൽ വീഴാതിരിക്കുക. അതാണ് കളങ്കിത രോഗത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതരാവാതിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? അമ്മ തെരേസയുടെ തന്നെ ആ ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കളങ്കിതരാകാതിരിക്കാൻ, ഇത് ഇത്രയും പറഞ്ഞൊക്കെ റിവിഷനാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറുകയാണ്. കർത്താവിൽ ഒളിച്ചിരിക്കുക മൂന്നാമത്തെ പോയിന്റ് ആണ്. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാൻ, 1 ലോകത്തിന് മരിക്കുക, 2 ലോകത്തിന്റെ താല്പര്യങ്ങൾ കൊണ്ട് കളങ്കിതരാവാതിരിക്കുക, 3 കർത്താവിൽ ഒളിച്ചിരിക്കുക. എഴുതി വെച്ചു വചനഭാഗം. സങ്കീർത്തനങ്ങൾ 31:20 എഴുതി വെക്കുക, വചനം എടുക്കുക. സങ്കീർത്തനങ്ങൾ 31:20. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്നാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. ഹല്ലേലൂയ. ആരാണീ അവര്? ദൈവഭക്തിയുള്ളവര്. 31 സങ്കീർത്തനം 19 തിരുവചനം വായിച്ചത് മനസ്സിലാവും. കർത്താവിന്റെ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അങ്ങ് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. തന്നിൽ അഭയം തേടുന്നവർക്ക് അത് പരസ്യമായി നൽകുന്നു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതിനുശേഷമാണ് ഈ വചനം, അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ നമ്മൾ ഒളിക്കേണ്ടത് എവിടെയാണ്? ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ്. കർത്താവ് എന്നെ കാണുന്നു. ഞാൻ എവിടെയാണെങ്കിലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ആരും എന്നെ അറിയുന്നില്ലെങ്കിലും കർത്താവ് എന്നെ അറിയുന്നു. 139 സങ്കീർത്തനം 7 തിരുവചനം മുതൽ നമ്മൾ വായിക്കാണ്. ഞാൻ 7 കടലിനക്കരെ പോയി വസിച്ചാലും, അവിടെ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ പോയിരുന്നാലും, അവിടെയും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എവിടെ ആയിരിക്കുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നമ്മൾ പാപം ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാവോ? എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല എന്ന ചിന്തയാണ്. പാപത്തിന്റെ കാരണം എന്താണ്? ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല. പ്രിയപ്പെട്ടവര്, നീ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണെന്നോർത്തോളണം. സങ്കീർത്തനം 31:20. 57:1 നമ്മൾക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 57:1. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഒരുത്ത് വീശിക്കൊണ്ട് വചനം ഒന്ന് ഏറ്റു പറയാം. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഏതാണ് ഈ വിനാശത്തിന്റെ കൊടുങ്കാറ്റ്? കോവിഡ് ആണോ? വെരി ഗുഡ്, നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. പാപത്തിന്റെ കാറ്റിനെയാണ്
വിനാശത്തിന്റെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭയങ്കര വലിയ കാറ്റുണ്ടായി, ഇവിടെ മരങ്ങളൊക്കെ മറിഞ്ഞു വീണു. ആ കാറ്റല്ല വിനാശത്തിന്റെ കൊടുങ്കാറ്റ്. മരം മറിഞ്ഞു വീഴുന്ന കാറ്റല്ല, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മേൽക്കൂര പറഞ്ഞുപോയി, അതല്ല വിനാശത്തിന്റെ കൊടുങ്കാറ്റ്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന പാപത്തിന്റെ ചില കൊടുങ്കാറ്റുകൾ നിന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുഴികൾ ഉണ്ടാക്കുന്നുണ്ട്, സൈക്ലോൺ ഉണ്ടാക്കുന്നുണ്ട്, പിരിമുറുക്കമുണ്ടാക്കുന്നുണ്ട്, നിന്നെ വട്ടം ചുറ്റിക്കുന്നുണ്ട്. ആ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. ഒരു മഞ്ഞ് വീഴുന്ന രാത്രിയിൽ ഫ്രാൻസിസ് അസീസി ആ മഞ്ഞത്ത് ഇങ്ങനെ, ആ മഞ്ഞില് അതിലൊരു കുഴി ഉണ്ടാക്കി അതിന്റെ കുഴിയിൽ നിൽക്കുകയാണ്. അപ്പോ കൂട്ടുകാരൻ ചോദിച്ചു, പിതാവേ, എന്തുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുന്നത്? ഫ്രാൻസിസ് അസീസി പറഞ്ഞു, പാപത്തോടുള്ള എൻ്റെ ശരീരത്തിന്റെ താല്പര്യങ്ങളുടെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുകയാണ്. കാരണം ഈ കൊടുങ്കാറ്റിനെ എനിക്ക് തന്നെ അതിജീവിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് ഞാൻ മറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ, സൈക്ലോൺ ഉണ്ടാകുമ്പോൾ ഒരു നിർദ്ദേശം സർക്കാർ കൊടുക്കും. എന്താണെന്നറിയാവോ? നല്ല ഉറപ്പുള്ള കെട്ടിടത്തിലേക്ക് മാറുക, പുറത്തിറങ്ങാതിരിക്കുക, അവിടെ ആ ഉറപ്പുള്ള കെട്ടിടത്തില് പിടിച്ചു നിൽക്കുക. പുറത്തിറങ്ങി കാറ്റെങ്ങനെയുണ്ടെന്ന് വീഡിയോ എടുത്ത് യൂട്യൂബിലിടാൻ പോകരുത്. അല്ലെ, എന്ത് വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റ്, ഒന്ന് വാതില് തുറന്ന് ഒന്ന് ഇത്തിരി വീഡിയോ പിടിച്ചിട്ട് യൂട്യൂബിൽ ഇടാൻ പോയാൽ പിറ്റേ ദിവസം നിന്റെ ഫോട്ടോ പത്രക്കാര് പത്രത്തിലിടും. എന്ത് പറഞ്ഞാണ്? അപ്പോ യെസ്, കൊടുങ്കാറ്റ്. അച്ഛൻ ഒറീസയിൽ ഉണ്ടായിരുന്നപ്പോ കൊടുങ്കാറ്റുണ്ടായിരുന്നു. അപ്പം അനൗൺസ്മെന്റ്, പുറത്തിറങ്ങരുത്, ഇത്ര മണി മുതൽ കൊടുങ്കാറ്റിന്റെ സമയമാണ്, അകത്ത് തന്നെ ഉണ്ടാകണം. ഈ ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്നവര്, അതായത് ഈ കുടിലുകളിൽ താമസിക്കുന്നവര് വാർക്ക വീടുകളിലേക്ക് മാറണം. അങ്ങനെയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യും. പുറത്തിറങ്ങരുത്, അതാണ് ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ചില ദാഹങ്ങള്, ചില പ്രവണതകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ വചനം പറയുകയാണ്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം നീ പുറത്തിറങ്ങാതെ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുക എന്ന്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. യെശയ്യാ 26:20. എന്റെ ജനമേ, വരുവിൻ, മുറിയിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ, ക്രോധം ശമിക്കുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ. ഹല്ലേലൂയ. ആരുടെ ക്രോധം? പിശാചിന്റെ ക്രോധം, പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു ക്രോധം. പിശാചിനും നിങ്ങളുടെ നേരെ വചനം പറയുന്നത് അങ്ങനെയാണ്, അലറുന്ന സിംഹത്തെ പോലെ ആര് വരുന്നുണ്ട്? പിശാച് വരുന്നുണ്ട്. അങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ പിശാച് വരുമ്പോൾ പിശാചിന്റെ വായിലെ പല്ലെണ്ണി നോക്കാൻ പോകരുത്. ഓക്കെ, എന്തു വേണം? അതാണ്, വാതിലടച്ച് മറഞ്ഞിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ വാതിലടച്ച്, എൻ്റെ ജനമേ വരുവിൻ, മുറിവിൽ പ്രവേശിച്ച് വാതിലടയ്ക്കുവിൻ, ക്രോധം ശമിക്കുന്നത് വരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ. അന്നേരത്ത് ഫോൺ വിളിച്ച് വീഡിയോ കോൾ ചെയ്യാൻ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു വഴി കർത്താവ് പറയാണ്, നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ആ കുരിശിൽ കെട്ടിപ്പിടിച്ച് കിടക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചെന്നിട്ട് അവിടെ കമന്നടിച്ച് കിടക്കുക. കർത്താവിൻ്റെ മുൻപിൽ നീ നിശബ്ദന, വാതിലടച്ച് മറഞ്ഞിരിക്കുക. വിശുദ്ധിയിൽ ജീവിക്കാനുള്ളൊരു വഴി. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്, ശരീരത്തിൻ്റെ ദുർമോഹങ്ങളുടെ കൊടുങ്കാറ്റ്, ജഡികാഭിലാഷങ്ങളുടെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുക. ആ സമയത്ത് നീ പുറത്തിറങ്ങി നടക്കുക. യെസ്. അടുത്തത്, വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് വചന വെളിച്ചത്തിൽ ജീവിക്കുക എന്നത്. ഹല്ലേലൂയ. എവിടെ ജീവിക്കുക? വചനം തരുന്ന ഒരു ശക്തിയുണ്ട്. ഈശോ തന്റെ പ്രലോഭനങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചത്? വചനത്താലാണ് അതിജീവിച്ചത്. വചനമാകുന്ന വാളെടുക്കുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്. വചനമാകുന്ന വാളെടുക്കുവിൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം 119 സങ്കീർത്തനം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. 119 സങ്കീർത്തനം 9 മുതൽ 11 വരെ. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും എന്ന ചോദ്യത്തിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, യുവസഹജമായ മോഹങ്ങളിൽ ഉണ്ടാകുന്ന സമയങ്ങളിൽ അവൻ എങ്ങനെ തൻ്റെ മാർഗം നിർമ്മലമായി സൂക്ഷിക്കുമെന്നതാണ് ചോദ്യം. യുവസഹജമായ മോഹങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ അവൻ്റെ അഭിലാഷങ്ങളെ, ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ, തൻ്റെ ലൈംഗികത തനിക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹങ്ങളെ എങ്ങനെ അവൻ നിയന്ത്രിക്കും? അതാണ് ചോദ്യം. അങ്ങയുടെ ഉത്തരം എന്താണ്? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതായത് ദൈവകൽപ്പന എവിടെ ഉണ്ടാകണം? ഹൃദയത്തിൽ ഉണ്ടാകണം. വ്യഭിചാരം ചെയ്യരുത്, അശുദ്ധ ഭാഷണം നടത്തരുത്, പാപം ചെയ്യരുത് എന്നുള്ള ആ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്. തുടർന്ന് വായിച്ചേ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു, അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരാള് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. കുർബാനയുടെ സമയത്ത്, ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന പ്രാർത്ഥനയ്ക്ക് മുൻപ് വൈദികൻ ചൊല്ലുന്ന 2 ഓപ്ഷനുണ്ട്. വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ഒന്നിങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ കൽപ്പനകളിൽ നിന്ന് വേർപെടാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. പാപം ചെയ്ത് അങ്ങയിൽ നിന്ന് അകന്നു പോകാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സങ്കീർത്തകൻ പറയാണ്, അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഒരു പ്രേമം പൊളിഞ്ഞതിന്റെ കഥ, എല്ലാവരും ഒക്കെ ഒന്ന് എഴുന്നേറ്റ് കണ്ണൊക്കെ തുറന്നേ. ഒരു പ്രണയം ഏകദേശം അവര് അപ്പനും അമ്മയും ഒക്കെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഏകദേശമൊക്കെ ഉറപ്പിച്ചിരുന്നതാണ്. സമയമാകുമ്പോൾ നടത്താം എന്ന് പറഞ്ഞ് പ്രണയം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പക്ഷെ അത് പൊളിഞ്ഞു, വേണ്ടെന്ന് വെച്ചു. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ചെറുക്കൻ പറഞ്ഞു, അവൾക്ക് പല ഡിമാൻഡ്സ് ആണ്. ബാക്കിയൊന്നും അച്ഛൻ പറയുന്നില്ല. ഹല്ലേലൂയ. കൽപ്പന വിട്ട് നടക്കാൻ, ഇത്രയും പറയാം. കൽപ്പനകൾ ലംഘിക്കണമെന്ന ഡിമാൻഡ് ആർക്ക്? പെൺകുട്ടിക്ക്. കൽപ്പനകൾ പാലിക്കണമെന്ന ഡിമാൻഡ് ആർക്ക്? ആൺകുട്ടിക്ക്. ആൺകുട്ടിക്ക് ഒരു കയ്യടി കൊടുക്കും. കയ്യടി ഇത്തിരി പോരെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കൽപ്പന വിട്ട് നടക്കാൻ ആർക്കാഗ്രഹം? ചില സമയത്ത് നമ്മൾക്കൊക്കെ ഒരാഗ്രഹം വരികയാണ്, കൽപ്പനകൾ വിട്ട്, കൽപ്പനകളില്ലാതെ, കൽപ്പനകളെ ലംഘിച്ച് നടക്കാൻ ആഗ്രഹം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. ഇങ്ങനൊരു പ്രാർത്ഥന ഹൃദയത്തിലുള്ളത് നല്ലതാണ്. പാപം ചെയ്യുന്നതിന്, പാപത്തിൽ വീഴാതിരിക്കാൻ ഇങ്ങനൊരു പ്രാർത്ഥന ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന നല്ലതാണ്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് പറ്റി? പ്രണയം പൊളി. കഥ കഴിഞ്ഞു. അയ്യോ, ഇത്ര ഉള്ളവൻ. കൽപ്പന വിട്ട് നടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഈ പയ്യൻ പറഞ്ഞു, നമുക്കെന്നാലിനി നിനക്ക് നിന്റെ വഴി, എൻ്റെ വഴി. അവള് പറഞ്ഞു, ആ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിന്നെയും കൊണ്ട് നടന്നിട്ട് എനിക്കൊരു ഗുണമില്ല, നീ നിന്റെ വഴിക്ക് പോയിക്കോളാം. അവൾക്ക് കൽപ്പന വിട്ട് നടക്കുന്നവരെ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം വായിക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം. ഓക്കെ, അപ്പൊ നമ്മളിൽ എന്തുണ്ട്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്, നമ്മൾക്ക് ശരീരമുള്ളവരാണ്. നമ്മളിൽ ഭൗമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മൾ മാലാഖമാരെ പോലെയാണോ? ഉറപ്പല്ലേ? അപ്പോൾ നമ്മളിൽ എന്തുണ്ട്? ഭൗമികമായ സ്വഭാവങ്ങളുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, വായിച്ചേ. അസന്മാർഗികത, ഇമ്മൊറാലിറ്റി, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഭൗമികമായിട്ടുള്ള വചനമാണ്. വചനം പറയാണ്, നമ്മളിലുള്ള അസന്മാർഗികത, അശുദ്ധി, ദുർവിചാരങ്ങൾ, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. തുടർന്ന് വായിച്ച, ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. തുടർന്ന്, നിങ്ങളും ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ചങ്കുപൊട്ടി വിളിക്കട്ടെ, ഹൃദയമുരുകി വിളിക്കട്ടെ, സർവശക്തിയോടും കൂടെ വിളിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നതാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നതിനുള്ള ഒരു മാർഗം, മറ്റൊരു മാർഗം. അടുത്തതായിട്ട് ഇപ്പൊ നമ്മൾ എത്രണ്ണം പറഞ്ഞു? 4 ആയിട്ടുള്ളൂ. 5-ാമത്തേത്, കർത്താവിനെ നിന്റെ സമാധാനമാക്കുക. എന്താണ്? 5-ാമത്തേതാണ്, കർത്താവിനെ നിന്റെ സമാധാനമാക്കുക. ഒരാൾ പാപം ചെയ്തതിന് പറഞ്ഞൊരു എക്സ്ക്യൂസ് ആണ്, എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല, ഇത്തിരി സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഹലോയ്ക്ക് ഞാൻ ഹായ് വെച്ചത്, അങ്ങനെയെങ്കിലും ഇത്തിരി സമാധാനം കിട്ടട്ടെ. ഈ ഭാര്യ വീട്ടിലൊരു സമാധാനം
തരുന്നില്ല. അങ്ങനെയെങ്കിലും ഒരിത്തിരി സമാധാനം, അല്ലെങ്കിൽ ഭർത്താവ് ഒരു സമാധാനം തരുന്നില്ല, ഒരിത്തിരി സമാധാനം എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവര്, നമ്മൾ ഇന്ന് മെഡിറ്റേഷന്റെ സമയത്ത് പ്രാർത്ഥിച്ചത്. ആരാണ് നമ്മുടെ സമാധാനം? ഈശോയാണ് നമ്മുടെ സമാധാനം. പലരും സമാധാനം കണ്ടെത്താൻ, എടാ നീ എന്തിനാണ് ഈ കഞ്ചാവ് അടിക്കുന്നത്? ഒരിത്തിരി സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. മോളെ നീ എന്തിനാണ് ഈ പണിക്ക് പോയത്? ഇത്തിരി സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് കിട്ടിയോ? അപ്പോൾ ആരെയാണ് നമ്മൾ സമാധാനമാക്കേണ്ടത്? ഈശോയെയാണ് നീ സമാധാനമാക്കേണ്ടത്. ഈശോയെ സമാധാനമാക്കാതെ വേറെ എന്തിലെങ്കിലും സമാധാനം കണ്ടെത്താൻ പോയാൽ നീ കുഴിയിൽ വീഴും. സങ്കീർത്തനങ്ങൾ 4:6 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആരുടെ മാറിൽ ചാഞ്ഞു കിടക്കുമ്പോഴാണ് കുഞ്ഞേ നിനക്ക് യഥാർത്ഥത്തിലുള്ള സുരക്ഷിതത്വത്തിന്റെ സമാധാനമുണ്ടാകുന്നത്? നിന്റെ കൂട്ടുകാരിയുടെ തോളിൽ തലചായ്ച്ച് കിടന്നാൽ സമാധാനം ഉണ്ടാവോ? കുറച്ചു നേരം കഴിയുമ്പോൾ അവള് പറയും, എഴുന്നേറ്റ് പോടിയെന്ന് പറയും. നിന്റെ കൂട്ടുകാരന്റെ മാറിൽ തലചായ്ച്ച് കിടന്നാൽ സമാധാനം ഉണ്ടാകുമോ? താൽക്കാലികമായിട്ടുണ്ടായി എന്ന് വരാം, തോന്നാം. പക്ഷെ വചനം പറയാണ്, ധാന്യത്തിന്റെയും അല്ലെങ്കിൽ കള്ളുകുടിച്ച് സമാധാനമുണ്ടാക്കാൻ പോകുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ടെൻഷൻ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? വണ്ടി എടുത്ത് ഹോട്ടലിൽ പോയിട്ട് ഒരു കുഴിമന്തി ഓർഡർ ചെയ്യും, ഒറ്റക്കിരുന്ന് കഴിക്കും. അല്ലെങ്കിൽ അതെടുക്ക് ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു കൊച്ചു പറഞ്ഞാണ്, അവൾക്ക് 120 കിലോ വെയിറ്റ് ഉണ്ട്, 120 കൂടുതലാണ്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞാണ്, അച്ഛൻ എനിക്ക് ടെൻഷൻ അടിക്കുമ്പോ ഞാൻ ചെയ്യുന്ന കാര്യം നേരെ ഒരു കോഴ്സ് ചെയ്യാണ്. കോഴ്സിന്റെ പേരൊന്നും പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ്. അപ്പൊ ഇപ്പോ വലിയ വെയിറ്റ് ആണ്, ടെൻഷൻ വരും. ഇപ്പൊ വേറൊരു ഗുണമുണ്ട്, ഹോട്ടൽ വരെ നടന്നു പോകണ്ട, ഇവിടുന്ന് ഓർഡർ ചെയ്യാണ്, സാധനം വരും. നടന്നു പോകാൻ പോലും കഴിക്കും. ടെൻഷൻ മാറാൻ വേണ്ടി വീടി വലിക്കുന്നവരുണ്ട്, സിഗരറ്റ് വലിക്കുന്നവരുണ്ട്, കള്ള് കുടിക്കുന്നവരുണ്ട്. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് പ്രിയപ്പെട്ട ടെൻഷൻ മാറാൻ വേണ്ടി മസാജ് സെന്ററിൽ പോകുന്നവരുണ്ട്. യെസ്, ധാന്യത്തിന്റെയും മീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഞാൻ പ്രശാന്തമായി, അതായത് സമാധാനത്തോടെ കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കർത്താവിനെ നീ നിന്റെ സമാധാനമാക്കുക. അച്ഛന് വളരെ സന്തോഷമുണ്ട്. ഈ 12:30 മണിക്ക് നിങ്ങൾ ഇങ്ങനെ ആരും ഒരു ശ്രദ്ധക്കുറവില്ലാതെ, അച്ഛൻ വലിയ ആവേശമില്ലാതെയൊക്കെയാണ് പറയുന്നതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയ്ക്കൊരു കുറവില്ല എന്നുള്ളത് സന്തോഷം. കൈയടിച്ച് അച്ഛൻ ഇന്ന് ആവേശം എടുക്കാനുള്ള ആരോഗ്യമില്ല. അപ്പൊ അത് വേണ്ട. അപ്പോൾ കർത്താവിനെ എന്താക്കുക? നിന്റെ സമാധാനമാക്കുക. സമ്പത്തിനെ സമാധാനമാക്കണ്ട. പണമില്ലെങ്കിലും ഉണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈശോയാണ് എൻ്റെ സമാധാനം. ഹല്ലേലൂയ. അടുത്ത വചനം സങ്കീർത്തനങ്ങൾ തന്നെ 85:8 വായിക്കാം. സങ്കീർത്തനങ്ങൾ 85:8. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും.
ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനമരുളും. ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. ആർക്കാണ് ഈശോ സമാധാനം തരുന്നത്? ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്നവർക്ക്. അതായത് പാപത്തെ വെറുത്തുപേക്ഷിച്ച്, തെറ്റായ ബന്ധങ്ങളെ വെറുത്തുപേക്ഷിച്ച്, എൻ്റെ കർത്താവാണ് എൻ്റെ സമാധാനം എന്ന ബോധ്യത്തോടെ കർത്താവിലേക്ക് തിരിയുന്നവർക്കാണ് കർത്താവിൻ്റെ സമാധാനം കിട്ടാൻ പോകുന്നത്. താൽക്കാലികമായിട്ട് എൻ്റെ പരീക്ഷ, അയ്യോ റിസൾട്ട് 15-ാം തീയതി വരാനുണ്ട് അല്ലേ, SSLC പരീക്ഷ 15-ാം തീയതി റിസൾട്ട്, അല്ലെങ്കിൽ +2 22-ാം തീയതി വരാനുണ്ട്, 2-3 ആഴ്ച കൂടെ ഉള്ള അച്ഛൻ എന്ന് വിചാരിച്ച് കർത്താവിലേക്ക് തിരിയുന്നവർക്കല്ല. ഹൃദയപൂർവം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ ഈശോയാണ് എൻ്റെ എല്ലാം എന്ന ബോധ്യത്തോടെ കർത്താവിലേക്ക് തിരിയുന്നവർക്ക് സമാധാനം കിട്ടും അല്ലേ. അച്ഛൻ നമ്മുടെ പരീക്ഷ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ പേനയും പുസ്തകമൊക്കെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം 10, 4000, 5000 പേര് വരുന്നതിൽ കുറച്ച് പേരൊക്കെ വരുന്നത് ഹൃദയപൂർവം തിരിഞ്ഞിട്ട് വരുന്നതല്ല. ഒരനുഗ്രഹം കിട്ടിയാ കിട്ടി, കളയണ്ട. ഇവിടെ ആരാധന നടക്കുമ്പോൾ അവര് പോയി കഞ്ഞി കുടിക്കും, എന്നിട്ട് ചോദിക്കും കൈവെപ്പ് പ്രാർത്ഥനയായി എന്ന് ചോദിക്കും. പേന വെഞ്ചരിപ്പ് എപ്പോഴാണ്? അവന്റെ ആത്മാവിനെ വെഞ്ചരിക്കേണ്ട, ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഒന്നും പേന മാത്രം വെഞ്ചരിച്ചാൽ മതി. അപ്പോ പ്രിയപ്പെട്ടവരെ, അത് ഹൃദയപൂർവമുള്ള തിരിയലല്ല. ഹൃദയപൂർവം അല്ലെങ്കിൽ വിസ കിട്ടുന്നത് വരെ മുട്ടയിൽ വലിയുന്നതല്ല ഈ ഹൃദയപൂർവമുള്ള തിരിയല്. എൻ്റെ സർവസ്വവും എൻ്റെ കർത്താവാണെന്ന ബോധ്യത്തോടെ നീ കർത്താവിലേക്ക് തിരിഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാകും. കർത്താവിനെ നീ നിന്റെ സമാധാനമാക്കുക. വിസ കിട്ടിയില്ലെങ്കിലും, പരീക്ഷയിൽ തോറ്റാലും, മാർക്ക് കുറഞ്ഞാലും നിനക്ക് സമാധാനമുണ്ടാകും. ഒരു പ്രണയം ബ്രേക്കപ്പ് ആയാലും നിനക്ക് സമാധാനമുണ്ടാകും. ഇഫ് യു മേക്ക് യുവർ ഗോഡ് യുവർ പീസ്, നീ നിന്റെ കർത്താവിനെ നിന്റെ സമാധാനമാക്കുക. ഹല്ലേലൂയ. വേറൊന്നിലും സമാധാനം അന്വേഷിച്ച് പോകരുത്. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 13 മുതൽ 14 വരെ തിരുവചനങ്ങൾ. ബാറൂക്ക് 3, 13, 14. ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. അപ്പൊ സമാധാനം ഉണ്ടാകാനുള്ള വഴി എന്താണ്? ദൈവത്തിന്റെ മാർഗത്തിൽ ചരിക്കുക. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ മാർഗം ഉപേക്ഷിച്ച് സ്വന്തം മാർഗത്തിൽ ചരിടങ്ങിയതാണ് സമാധാനം പോകാൻ കാരണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കുമ്പോൾ ഉണ്ടല്ലോ അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം അച്ഛന് തങ്കിപ്പള്ളിയിൽ നിന്ന് ഒരു മെസ്സേജ്. മാർച്ച് മാസത്തിൽ കൺവെൻഷൻ നടന്നപ്പോ ഒരു കുടുംബം വന്ന് പ്രാർത്ഥിച്ചു. അവർക്ക് 22 വർഷമായിട്ട് മക്കളില്ല. അപ്പൊ ഇത് 20 മക്കളില്ല എന്ന് കേട്ടപ്പോ അച്ഛൻ ചോദിച്ചു എത്ര കൊല്ലമായി? 22 എന്ന് കേട്ടപ്പോ വല്ല 3, 4 ഒക്കെ ആയിരുന്നെങ്കിൽ നോക്കാം. 22 വർഷമായിട്ട് മനുഷ്യന് മെനക്കെടുത്താൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കാം. ആവുമെന്നോ? പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ആവട്ടെ, പ്രാർത്ഥിക്കാൻ വന്നതല്ലേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും അവരോട് പറഞ്ഞു, നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ട്രീറ്റ്മെന്റ് ഒക്കെ അവർ നേരത്തെ നിർത്തി. അച്ഛൻ പറയണതിന് മുമ്പ് തന്നെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നിർത്തി. കാരണം ഇനിയിപ്പോ കുറെ നാൾ കാശ് കളഞ്ഞു. അപ്പൊ 3 വർഷമായിട്ട് ഒരു ട്രീറ്റ്മെന്റും ഇല്ല. അപ്പോ കാരണം അവരും ഇനിയിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്ന് അവർക്കും മനസ്സിലായി. അപ്പോ എന്തായാലും അച്ഛൻ ഇവിടുത്തെ ആവിലയിലെ കുറച്ച് സാക്ഷ്യങ്ങളൊക്കെ അവർ കേട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചതാ.
എന്തായാലും 2 ദിവസം മുമ്പ് അച്ഛൻ്റെ ഫോണിലേക്ക് അവരൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അച്ഛാ, 22 വർഷമായ ദമ്പതികളാണ്. അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. തങ്കി പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതാണ്. ഇപ്പോൾ ധ്യാനം കഴിഞ്ഞ് 1 മാസം ആവുന്നുള്ളൂ. ടെസ്റ്റ് റിപ്പോർട്ട് പോസിറ്റീവാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പൊ അവര് പറഞ്ഞു, കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞങ്ങൾ ആവിലയിൽ കൊച്ചിനെ ആയിട്ട് വന്ന് സാക്ഷ്യം പറയുകയാണ്. നിങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മാർഗത്തിൽ, ലോകത്തിന്റെ മാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിന്റെ മാർഗങ്ങളിൽ ചരിക്കാൻ തുടങ്ങുമ്പോൾ, കഴിഞ്ഞ വ്യാഴാഴ്ച മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ആ നിയോഗമായിട്ട് അവർക്ക് നട്ടെല്ലിന് പൊട്ടിയിരിക്കുകയാണ്. ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ സഹോദരിയെ പൊക്കിയെടുത്ത് അച്ഛൻ്റെ മുറിയിലേക്ക് കയറ്റുന്നവർ കണ്ടവരൊന്ന് കൈവയ്ക്കാവോ? ഓക്കെ, കുറെ പേര് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പയ്യന്റെ വീട് കീഴ്പള്ളിയിലാണ്, പെൺകുട്ടിയുടെ വീട് കൊട്ടിയൂരാണ്. പക്ഷെ അവര് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നവരാണ്. ഒരു സർജറി പറഞ്ഞിട്ടുണ്ട് നട്ടെല്ലിന്. അപ്പോൾ സർജറിക്ക് മുമ്പ് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ച് അതിനു വേണ്ടി തന്നെ പ്രയാസപ്പെട്ട് വണ്ടിയിൽ കിടന്നൊക്കെ കഴിഞ്ഞ വ്യാഴാഴ്ച എത്തിയതാണ്. ഏകദേശം 2 പേരൊക്കെ കൂടെ താങ്ങി ഒക്കെ ആയിട്ടാണ് മുറിയിലേക്ക് എത്തിയത്. അവസാനം ഇവിടെ പുറത്തിരുന്നവര് കണ്ടത് അരിച്ചാക്കം എടുത്ത് ഈ സഹോദരി നടന്നു പോകുന്നതാണ്. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 48 മണിക്കൂർ ആരാധന ഒരു 15 ദിവസം അടുപ്പിച്ച് കൂടുക. 48 മണിക്കൂർ ധ്യാനത്തിന്റെ യൂട്യൂബിലുള്ള ലിങ്ക് എടുത്തിട്ട് വചനം കേട്ടുകൊണ്ടേ ഇരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഹോംവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു MRI എടുത്ത് പുതിയ MRI ആയിട്ട് വന്ന് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ മാർഗത്തിൽ നീ ചരിച്ചിരുന്നെങ്കിൽ, കർത്താവിന്റെ മാർഗം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ മാർഗമാണ്, പ്രാർത്ഥനയുടെ മാർഗമാണ്, പ്രത്യാശയുടെ മാർഗമാണ്, വിശുദ്ധിയുടെ മാർഗമാണ്. അതിനെയാണ് കർത്താവിന്റെ മാർഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം പോയത് മുഴുവൻ കർത്താവിനെ മറന്ന് ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ തുടർന്ന് ഒരിക്കൽ കൂടെ വായിക്കാണ് ബാറൂക്ക് 3:13 മുതൽ 14 വരെ. ദൈവത്തിന്റെ മാർഗത്തിൽ നീ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്നറിയുക. ജ്ഞാനം എവിടെയാ ഉള്ളത്? ശക്തി എവിടെയാണുള്ളത്? വിവേകം എവിടെയാണുള്ളത്? കർത്താവിലാണുള്ളത്. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദീർഘായുസ്, നിന്റെ ജീവൻ, നിന്റെ സമാധാനം, നിന്റെ കണ്ണുകൾക്ക് പ്രകാശം, അതെല്ലാം ഉള്ളത് എവിടെയാണ്? ദിവ്യകാരുണ്യത്തിലാണ്, കർത്താവിലാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ട് കർത്താവില് നോക്കിയിരിക്കാതെ ലോകത്തില് നോക്കിയിരിക്കുന്നവര് സമാധാനമില്ലാത്തവരായി അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അല്ലേ? പാതിരായി കഴിച്ചു വിട്ട അത് അച്ഛൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അച്ഛൻ ധ്യാനം കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോയത് 12 മണിക്കാണ് രാത്രി. എറണാകുളത്തൂടെ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ 12 മണി പാതിരാത്രിക്ക് അഴിച്ചുവിട്ട കോഴികളെ പോലെ ചില ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. യെസ്, പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വചനം കൂടെ വായിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങൾ. സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടി ആയിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് ജനതകൾ അറിയും. ഹല്ലേലൂയ,
വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അവരെന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ഹല്ലേലൂയ. അപ്പോ സമാധാനത്തിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? നീ എന്റേതാണ്, ഞാൻ നിന്റേതാണ്. ആശ്വാസമായോ? ആർക്ക്? ഇല്ലേ? സമാധാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈശോ പറയുകയാണ്, ഞാൻ നിന്റേതാണ്. ഐ ആം ഫോർ യു ആൻഡ് യു ആർ ഫോർ മീ. ഞാൻ നിന്റേതാണ്, നീ എന്റേതാണ് എന്ന് പറയുന്ന സമാധാനത്തിന്റെ ഉടമ്പടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം ആരുടേതാണ്? ഈശോയുടേതാണ്. ഈശോ ആരുടേതാണ്? ഈശോ നമ്മുടെ മണവാളനാണ്. നമ്മൾ ആരാണ്? ഈശോയുടെ മണവാട്ടികളാണ്. ഹല്ലേലൂയ. ഈ ചിന്ത നമ്മെ എന്തിനു സഹായിക്കുന്നു? വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായിക്കുന്നു. ഈശോയാണ് എൻ്റെ സമാധാനം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് 16:13 യോഹന്നാൻ 16:33 യോഹന്നാൻ 16:33 വായിക്കാം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ സമാധാനം അന്വേഷിച്ച് മദ്യത്തിലല്ല, പുകവലിയിലല്ല, വാട്സപ്പിലല്ല, ഇൻസ്റ്റാഗ്രാമിലല്ല, ഫേസ്ബുക്കിലല്ല, യൂട്യൂബിലല്ല, കൂട്ടുകാരുടെ അടുത്തല്ല, കഞ്ചാവിലല്ല. സമാധാനം അന്വേഷിച്ച് പോകേണ്ടത് ഭക്ഷണത്തിലല്ല. അല്ലേ? ഒരു സമാധാനം ഉണ്ടാവട്ടെ, ഇത്തിരി നാരങ്ങ വെള്ളം കുടിക്കും. അല്ലേ? ഒരു സമാധാനം ഉണ്ടാകട്ടെ, ഇത്തിരി മാങ്ങാ ജ്യൂസ് കുടിക്കും. ഒരു മാങ്ങയുടെ ഷെയ്ക്ക്, അല്ലേ? പ്രിയൂർ മാങ്ങയുടെ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിക്കും. സമാധാനം അന്വേഷിച്ചു പോകേണ്ടത് ഈ ലോകത്തിലുള്ള വസ്തുക്കളിലല്ല, വ്യക്തികളിലല്ല, സാഹചര്യങ്ങളിലല്ല. എവിടെയാണ് സമാധാനം അന്വേഷിച്ചു പോകേണ്ടത്? കർത്താവ് ഈശോ പറയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം കണ്ടെത്താൻ സ്വന്തം ശരീരത്തിന്റെ സുഖങ്ങളിലേക്ക് തിരിയുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്ക് തിരിയുന്നവരുണ്ട്. ഈശോ പറയാണ്, ഞാനാണ് നിന്റെ സമാധാനം. ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു സമാധാനമില്ല അച്ചു, മരിച്ചാ മതി അച്ചു, മരിച്ചാ മതി. അച്ഛൻ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ്. അയ്യോ അച്ഛൻ അങ്ങനെ പറയല്ലേ, സമാധാനമില്ല, സമാധാനമില്ല. എന്താണോ കാര്യം? അവൾ എന്നെ പറ്റിച്ചിട്ട് പോയച്ചു. ശരി, സമാധാനമില്ല. അവൻ എന്നെ വഞ്ചിച്ചിട്ട്, പിള്ളേര് പറഞ്ഞ തേച്ചിട്ട് പോയി. യെസ്, സമാധാനം നഷ്ടപ്പെട്ടതിന്റെ കാരണം നീ മനുഷ്യനിൽ സമാധാനം അന്വേഷിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈശോ തുടർന്ന് പറയുകയാണ്, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെരുക്കം ഏതാണ്? പാപത്തിന്റെ ഞെരുക്കമാണ്, ജഡികാഭിലാഷങ്ങളുടെ ഞെരുക്കമാണ്. വലിയ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മനുഷ്യന്റെ ഞെരുക്കങ്ങളിലൊന്ന് അവന്റെ തന്നെ ദുഷ്പ്രേരണകളുടെ ഞെരുക്കമാണ്. ആ ഞെരുക്കമുണ്ടാകും. എന്നിട്ട് ഈശോ പറയാണ്, എന്താണ്? എന്നിട്ട് എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവണതകളെ, ശരീരത്തിന്റെ പ്രവണതകളെ കീഴടക്കിയിരിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ജീവിക്കുക എന്ന് പറയുന്ന ആഗ്രഹം. നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാളെ നമ്മൾ വേണമെങ്കിൽ ഒറ്റ ഇടിക്ക് കൊന്നു വരും. കാരണം എന്താണ്? നമുക്ക് ജീവിക്കാനുള്ളൊരു ദാഹമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പിറകെ പുലി ഓടി വരികയാണെന്ന് വിചാരിച്ചോ, നമ്മൾ മുട്ടുവേദന ഉള്ള കാര്യം മറക്കും. മുട്ടുവേദനയാണെ പള്ളി പോകാൻ പറ്റുന്നില്ലേ, എഴുന്നേക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ ഒരാളാണ് PT ഉഷ ഓടുന്നതിനേക്കാളും സ്പീഡില് ഓടുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഓർക്കാണ് ഒരു സംഭവം.
അച്ഛൻ ഒറീസയിൽ കണ്ടമാൽ വയലൻസിന്റെ, അതായത് ഒറീസയിൽ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകൾ ആശ്രമങ്ങളിൽ അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 2008. അപ്പോൾ ആരോ പറഞ്ഞു, അവര് വരുന്നുണ്ട്, 3 വണ്ടി ആളുണ്ട്, ആയുധങ്ങളുമായിട്ട് നമ്മളുടെ ആശ്രമത്തെ ലക്ഷ്യം വെച്ചാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു, ഞങ്ങളുടെ ചാർജൊക്കെ ഉള്ളൊരു അച്ഛൻ. അച്ഛൻ ഒരു 3 ആഴ്ചയായിട്ട് കാലനക്കാൻ പറ്റാതെ, കാലിൽ നിന്ന് ഈ വേരിക്കോസ് ഒക്കെ പൊട്ടിയിട്ട് ഭക്ഷണം പോലും മുറി കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഈ അവര് കൊല്ലാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ അച്ഛനെ കാണാനില്ല. സെമിനാരി കുട്ടികൾ ഓടുന്നതിലും വേഗത്തിലാണ് അച്ഛൻ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സന്തോഷമായല്ലോ. ആ അച്ഛൻ ഈ അച്ഛനാണ്. ഇപ്പൊ ശരിക്കും സന്തോഷമായല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ജീവിക്കാൻ എന്തുണ്ട്? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ്? അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ചില ദാഹങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ പറയാണ്, അപ്പോ നമ്മൾ കീഴടക്കേണ്ടത് എന്തിനാണ്? അപ്പൊ ഈശോ കീഴടക്കിയത് ഈ ജീവിക്കാൻ പക്ഷെ ഈശോയെ കൊല്ലാൻ വന്നപ്പോ ഈശോ എന്താ ചെയ്തത്? ഈശോ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസറായനായ യേശുവിനെ. അത് ഞാനാണ്. ഇവര് പോയിക്കൊള്ളട്ടെ, എന്നെ പിടിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ജീവിക്കാനുള്ള ദാഹത്തെ അതിജീവിച്ചത് കൊണ്ടാണ്. അതിനെയാണ് ഞാൻ ഈ ലോകത്തെ, എൻ്റെ ശരീരത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഈശോയെ പോലെ ആകണമെങ്കിൽ ഏതറ്റം ഇതുപോലെ ആകണം. ജീവിക്കാൻ പോലുമുള്ള ദാഹത്തെ കീഴടക്കിയവനായ ഈശോയെ പോലെ ആയിത്തീരണം. നമുക്കെതിരെ മറ്റുള്ളവർ പറഞ്ഞ ഒരു വാക്ക് പോലും ക്ഷമിക്കാനോ സഹിക്കാനോ പ്രയാസമുള്ളവരാണ്. അപ്പൊ ഈശോ പറയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു 2 പോയിന്റ് കൂടെ ഉണ്ട്. അത് അടുത്ത ആഴ്ച. ഇത്രയും മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുത്ത് 5 മിനിറ്റ് നേരം കൂടെ നമ്മൾ മെഡിറ്റേഷൻ നടത്താൻ പോവാണ്. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുത്ത് നമ്മൾ ആവർത്തിക്കുന്ന മന്ത്രം, ഈശോ എൻ്റെ സമാധാനമാകുന്നു. ആദ്യം മനസ്സിൽ പറഞ്ഞാൽ മതി. ശ്വാസം എടുക്കുക. മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. ഈശോ എൻ്റെ സമാധാനമാകുന്നു. ഞാൻ എൻ്റെ കർത്താവിൽ ഒളിച്ചിരിക്കുന്നൊരു മനുഷ്യനായി മാറുകയാണ്. വചന വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരാളായി തീരാൻ ആഗ്രഹിക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. പുറത്തേക്ക് വരാം. ഈശോ എൻ്റെ സമാധാനമാകുന്നു. അടുത്തിരിക്കുന്ന 2 പേർക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സൗമ്യമായ ശബ്ദത്തിൽ പറയാം, ഈശോ എൻ്റെ സമാധാനമാകുന്നു, 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 ഈശോ എൻ്റെ സമാധാനമാകുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി,
യേശുവേ ആരാധന. ഹാലേലുയ, 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 ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. സ്തുതിക്കുന്നു യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലുയ, 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 ഹാലേലുയ.